അപ്പൊ നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും അനിയത്തിമാരും അനിയന്മാരൊക്കെ ഇവിടെ റെഡി ആയിരിക്കാണ്. നമ്മുടെ ഫ്രണ്ട്സ് റെഡിയാണ്. അപ്പൊ നമുക്ക് അവരെയൊക്കെ വെൽക്കം ചെയ്താലോ. ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി, MJ അങ്കിൾ. അപ്പൊ മധു അങ്കിൾ റെഡി അല്ലേ? റെഡി. വെൽക്കം കുട്ടുമണി ഓൺ സ്റ്റേജ്. ഹലോ ഹലോ. നോക്കാം. ഓക്കേ. യെസ് കുട്ടുമണി, ആരെയാ സെലക്ട് ചെയ്യാൻ? മധു അങ്കിൾ ഉണ്ട്, MJ അങ്കിൾ ഉണ്ട്, ഉണ്ണി അങ്കിൾ ഉണ്ട്, ആര്യ ചേച്ചി ഉണ്ട്. Okay, I have made my choice. ഓക്കെ. ആര്യ ചേച്ചി. ആഹാ. ഓ എന്തുകൊണ്ട്? എന്തുണ്ട്? എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാന് ഒത്തിരി നാളായി ആര്യ ചേച്ചി ചൂസ് ചെയ്തിട്ട്. അതൊന്നല്ല എനിക്കറിയാം. ആ ഉണ്ടത്തക്കാളി പോലത്തെ കണ്ണല്ലേ? അതൊന്നുമല്ല. അപ്പൊ നമുക്ക് നോക്കിയാലോ. Okay. ഓക്കേ. മാജിക്കൽ മെലഡി. അപ്പൊ കുട്ടുമണി, എന്തോ മാജിക്കൽ മെലഡി ഏത് മെലഡിയാ പാടാൻ പോകുന്നേ? കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി. സൂപ്പർ. PK ഗോപി സാറല്ലേ എഴുതിയിരിക്കുന്നത്? യെസ്. അതില് അങ്കപ്പാട്ടിന്റെ ഈണം എന്ന് പറയുന്നത് ഇടനെഞ്ചിന്റെ അങ്കപ്പാട്ടിന്റെയാണ്. അത് ഭയങ്കര രസമാണ് കേട്ടോ. അത് അങ്ങനെ ഒരു വലിയൊരു കവിക്ക് മാത്രമാണ് അത് എഴുതാൻ പറ്റുന്നത്. PK ഗോപി സാറിന്റെ പാട്ടുകൾ, ചീരപ്പൂവുകൾ, അതുപോലെ എത്രയോ പാട്ടുകൾ അദ്ദേഹം എഴുതിയത് നമ്മുടെ മനസ്സിലുണ്ടല്ലേ. സോ ആ ഒരു പാട്ട് എടുത്തതിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷം ഇവിടെ അറിയിക്കുകയാണ്. ഓക്കെ. പിന്നെ ജോൺ ചേട്ടനെയും ഓർക്കാം. ഇതുപോലുള്ള നാടൻ ശീലുകൾ അദ്ദേഹം എത്ര പാട്ടാണ് അല്ലെ. വെള്ളാരപ്പൂമലമേലെ, അതുപോലുള്ള പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ സിനിമ അല്ലെ. യെസ്. അപ്പൊ പാടിക്കൂടെ? ഓക്കെ. യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ എല്ലാവരും പാർത്ഥിവിന് വേണ്ടിയിട്ട് QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യണം.
നൈസ് മോനെ, നൈസ് നൈസ്. ഗുഡ്. താങ്ക് യു. കോറസ്. ആർപ്പോ ഹീറോ. ആ കുടുമി കലക്കി താങ്ക് യു. എങ്ങനെ ഒപ്പിച്ച്? ഇത് നമ്മുടെ ഫ്ലവേഴ്സിലെ കോസ്റ്റ്യൂം ടീമിനെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രൈസ് ചെയ്യണം ഇതിന്. അപ്പൊ പ്രൈസ് ചെയ്തിരിക്കുന്നു. യെസ്, തീർച്ചയായിട്ടും. എന്താ പേര് ചേട്ടന്റെ? 5-6 പേരുണ്ട്. 5-6 പേര്. അജിയങ്കിളുണ്ട്, യദുചേട്ടനുണ്ട്, അപ്പൊ മൊത്തത്തില് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും കോസ്റ്റ്യൂമിലെ പ്രത്യേക അഭിനന്ദിക്കുന്നു. പ്രൈസ്. ശരിക്കും ഒരു ആഢ്യത്തുള്ള ഒരു തമ്പ്രാന്റെ പോലെ ഉണ്ട് ഇപ്പൊ. ആനയുടെയും കുമ്പാരിയുടെ ഒക്കെ കുറവ്. പെരുവണ്ണാപുരത്തെ തമ്പുരാന്. അതെ 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 അതേ പറഞ്ഞേ. അതാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ പറയാനാണ് ഇവിടെ വന്നത് അല്ലേ? യെസ്. തമ്പുരാനെ എന്തോ പാട്ട് ഒപ്പിച്ചേട്ടാ. താങ്ക് യു. കതിരോലപ്പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി ആളോര് വരവേൽക്കാനായി ഉടവാളിൻ തുമ്പത്ത് ഉടമുല്ലപ്പൂ വിരിയുന്നേ, ഉടവാളിൻ തുമ്പത്ത് ഉടമുല്ലപ്പൂ വിരിയുന്നേ, ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിന്റെ ഈണം നാടാകെ പാടാൻ വായോ. എനിക്ക് എന്തോ ഇന്ന് തമ്പുരാനോട് അത്ര ഇഷ്ടപ്പോരാ എന്ന് തോന്നുന്നു. ശ്രുതി ശരിക്കും കൂടെ കൂട്ടണ്ടേ തമ്പ്രാനെ? ശ്രുതി ഒന്ന് ശ്രദ്ധിച്ചൂടെ? നമ്മുടെ ഫസ്റ്റ് പല്ലവിയില് വരവേൽക്കാനായി എന്നുള്ള അത് അവിടെ ശ്രുതി, പിന്നെ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും, പിന്നെ കുടമുല്ലപ്പൂ വിരിയുന്ന ഫസ്റ്റ് പല്ലവിയില്. പിന്നെ ഏലേലം തോണിയെടുത്ത് പൂക്കൈത തീരത്ത് ഏതോ ആ പൂക്കൈത തീരത്ത് എത്തില്ല. അതിന്റെ കാരണം ശ്രുതി. പിന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റിതമിക്കായിട്ട് ഷുവറായിട്ട് പാടണം. ഇതിപ്പോ മെലോഡിയസ് ആയിരുന്നു. ഒരു പാവം തമ്പുരാനായിട്ട് കുറച്ചുകൂടെ തമ്പുരാൻ കുറച്ചും കൂടെ താളവാദ്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നു തമ്പുരാനെ. ഒരു ആർപ്പ് വിളിയുടെ പാട്ടാണ്, ഒരു നാടിന്റെ ആർപ്പ് വിളിയാണ്. അപ്പൊ അതിന്റെ എന്തുവാണ് എനർജി മാത്രമല്ല സിനർജി, ഇതൊക്കെ വേണം. അപ്പൊ അത് കൂട്ടാനായിട്ട് നമുക്ക് ഋതത്തിൽ കയറി പിടിച്ചാലേ പറ്റൂ. അതുകൊണ്ടാണ് അവിടെ മുരളിയണ്ണ എണിച്ചെന്ന് വായിച്ചത്. അങ്ങനെ അടിച്ച് പൊളിച്ച് തിമിർത്തി കിടുക്കി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ തമ്പുരാനാണെങ്കിൽ ഞാൻ ശാന്തനാണ്, ഞാൻ പ്രശാന്തനാണ്, ഞാനിങ്ങനെ പാടൂ. അതെങ്ങനെ പ്രശാന്തനാവാതിരിക്കും? എന്റെ അച്ഛന്റെ പേര് പ്രശാന്ത് എന്നല്ലേ? അതുകൊണ്ട് എല്ലാ പാട്ടിലും പ്രശാന്തനായാൽ എല്ലാ പാട്ടും പ്രശാന്തനല്ല, ഈ ഒരു പാട്ട് പ്രശാന്ത. അച്ഛനെ വെറുതെ വിട്ടൂടെ? പുള്ളി പാവം ദുബായിലിരിക്കുന്നു. എന്തിനാണ് പുള്ളി ഇതിനകത്ത് വലിച്ചഴിക്കുന്നത്? സുന്ദരനാണ്, പ്രശാന്ത സുന്ദരൻ തന്നെ. പക്ഷെ ഈ പാട്ടിൽ പ്രശാന്തത ഉണ്ടെങ്കിലും അതില് അതിൻ്റെതായിട്ടുള്ള വൈബ്രേഷൻസ് ആണ്. അതാണ് ഈ പാട്ടിന് ഒരു വൈബ്രേഷൻ ഉണ്ട്. ഒരു നാടിന്റെ വൈബ്രേഷൻ, ആർപ്പവിളിയുടെ വൈബ്രേഷൻ, നന്മയുടെ വൈബ്രേഷൻ, കതിരോല പന്തലിന്റെ വൈബ്രേഷൻ, അല്ലെ, അങ്കപ്പാട്ടിന്റെ വൈബ്രേഷൻ, പല പല വൈബ്രേഷൻസ് പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ഒന്നാമത്തെ കാര്യം 1 ഇത്രയേ ഉള്ളൂ അതിന്റെ ഒരു വിശ്രമം. കതിരോല അല്ലെ 1 അത്രേ ഉള്ളൂ. ആ 1 കൃത്യമായിരിക്കണം. തരരാരി തരരരത്ത പസ വെറും പസയാണ്. പക്ഷെ ഈ പസയ്ക്ക് എപ്പോഴും വലിയ പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞാൽ പായും സായും കറക്റ്റായിട്ട് ശ്രുതി എത്താനായിട്ട് ഈ പാട്ടിൽ മാത്രമല്ല പല പാട്ടുകളിലും അത് പ്രശ്നമാണ്. തരരാന തരരത്ത അത്. അപ്പൊ കതിരോല അത് കുറച്ചൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ജസ്റ്റ് 1 1 2 3 4 തകായി താഴെ പാടുള്ളൂ. കതിരോല 1 2 3 4 മാളൂര് സംഗതി കുറച്ചും കൂടെ ഹെവി ആയിട്ട് പാട്. അതല്ലേ ഞാൻ പറഞ്ഞേ, ഡിഫൈൻഡ് ആയി പാടാൻ വേണ്ടി. അടുത്തും 1 2 3 4 തക കഴിഞ്ഞിട്ട് പിന്നെ ലേറ്റ് അല്ലേ? 1 2 3 4 തക ഉടവാളിൻ തുമ്പത്ത് കുടമുല്ലപ്പൂ വിരിയുന്നേ, ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിന്റെ ഈണം നാടാകെ പാടാൻ വായോ. ഈ തക എന്നുള്ളത് തരികിടയായാൽ പ്രശ്നമാണ് കേട്ടോ. അപ്പൊ ആ തക കറക്റ്റായിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പാട്ട് അങ്ങനെ വേണ്ട രീതിയിൽ ധ്വനിക്കുള്ളൂ. ഈ ഇതൊന്ന് പാടി കേൾപ്പിക്കാമോ? ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും. ശ്രുതി
ഇപ്പൊ ശ്രുതി കറക്റ്റ് ആണേ. അത് ഒന്നുകൂടെ ബ്യൂട്ടി. നിന്റെ ശബ്ദം അവിടെ കേൾക്കാൻ ഇവിടെ ആ വോയിസ് കേൾക്കാൻ ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ. കുറച്ച് സ്ട്രെയിൻ ഉണ്ടെങ്കിലും അത് സ്വീറ്റ് ആയിട്ട് തോന്നി കേട്ടോ. പക്ഷെ നേരത്തെ പാടിയപ്പോൾ അത് ബിറ്റർ സ്വീറ്റ് ആയിരുന്നു. അപ്പോൾ ശരിക്ക് നീ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആണ്, സ്വീറ്റ്നെസ് ഓവർലോഡഡ് ആണ്. പക്ഷെ ഞാൻ ഇത്രയും ഈ സീരീസ് ഓഫ് സോങ്സ് ദാറ്റ് യു ഹവ് സങ്, അതിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒരു സോങ് പെർഫെക്റ്റ് ആയിട്ട് പാടാനായിട്ടുള്ള ശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ശ്രുതിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു ചേരുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്നാണ് ഞാൻ കണ്ടുപിടിക്കാൻ പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാശി വെച്ച് നോക്കേണ്ടിയിരിക്കുന്നു. രാശി വെച്ച് ഇനി പ്രശ്നം വെച്ച് നോക്കണം. അതെ, ആ ഒരു പ്രശ്നോത്തരി എന്നെ ആ ഒരു ക്രോസ് വേർഡ് പസിൽ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ബിക്കോസ് യു ആർ ടു ഗുഡ്, ബട്ട് ദെൻ വൈ? എന്തുകൊണ്ടോ, എവിടെയോ, എങ്ങനെയോ, എപ്പോഴോ എന്തോ സംഭവിക്കുന്നുണ്ട് കൊണ്ടല്ലേ കുട്ടുമണിക്ക് അങ്ങനെ പെർഫെക്റ്റ് ആവാൻ പറ്റാത്തത്. പക്ഷെ പെർഫെക്ഷന് വേണ്ടി സ്ട്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എത്താൻ പറ്റുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. അതെ, അത് മനസ്സിൽ വെച്ചോ. പ്രശാന്ത അല്ല, പ്രശാന്ത അച്ഛനാണ്. അല്ല, കുട്ടുമണി. പാർത്ഥിവ് കുട്ടൻ എന്തോ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. ഇപ്പഴാണ് അതൊക്കെ ചോദിക്കണേ. ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഇങ്ങനെ ഒരാളുണ്ടല്ലേ. അപ്പൊ എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ നമ്മുടെ കുട്ടുമണി കുട്ടന്റെ പാട്ട് കേൾക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, പല ഭാഗങ്ങളും നന്നായിരുന്നു. പക്ഷെ MJ ഞങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് തണുത്തുപോയോ എന്നൊരു സംശയം. കാരണം ഇതിന് വേണ്ടതായിട്ടുള്ള ഒരു എനർജി വേണം എന്നെനിക്കും തോന്നി. അപ്പൊ ഈ വരവേൽക്കാനായി അതിന്റെ ബേസ് റേഞ്ച് കുറച്ച് സ്ട്രെയിൻ തോന്നി. മാത്രമല്ല ശ്രുതി കുറച്ച് പ്രശ്നം തോന്നി. കുടമുല്ല പൂ വിരിയുന്ന കുറച്ച് ഷാർപ്പായി. അതൊന്ന് സ്റ്റഡി അല്ലായിരുന്നു പല്ലവിയിലെ ശ്രുതി. അതാണ് എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കാൻ കാരണം. ഇങ്ങനെ ഏകദേശം ഇങ്ങനെ പിടിച്ചു പോവായിരുന്നു. ഇങ്ങനെ ആടി കളിക്കുമായിരുന്നു. ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. ആ പാട്ടിൽ ആനപ്പുറത്തല്ലേ ഇത്? അല്ലെ ജയറാമേട്ടൻ പറഞ്ഞേ അല്ലേ? അല്ലേ? ഇനിയിപ്പോ ആനപ്പുറത്ത് കയറി എന്നുള്ളൊരു ധാരണയിലാണോ അങ്ങനെ ആടി പോയത്? കേശവൻ ഇന്നൊന്ന് എടഞ്ഞോ? ഇങ്ങനെയൊക്കെ പോയാൽ ഞങ്ങള് അടയും. എന്തായാലും ഇന്ന് കേശവൻ കുറച്ചും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. പാർത്ഥിവ് കുട്ടൻ നല്ല മിടുക്കനായിട്ടുള്ള സിംഗറാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് എത്തും. അണ്ടർസ്റ്റാൻഡ്? ഓൾ ദി ബെസ്റ്റ്. അപ്പൊ കുട്ടുമണിക്കുട്ടാ, എന്തോ നല്ല കോസ്റ്റ്യൂം കേട്ടോ, നല്ല രസമുണ്ട്. ആ ഒരു ഗാംഭീര്യമുണ്ട് കാണാൻ. ഒരു പ്രഭ. ശരിയാ, എപ്പോഴും പറയാറില്ലേ ആ ഒരു ഓറ, അതുണ്ട്. അതെപ്പോഴും ഉണ്ട്. അത് അവിടെ വന്ന് നിന്ന് പാടുമ്പോ തന്നെ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഓക്കെ ഇന്ന് ഞാൻ നന്നായി പാടാൻ പോവാണെന്ന് വിളിച്ചു പറയുന്ന ഒരു ഓറ കുട്ടുമണിക്കുട്ടന് എപ്പോഴും ഉണ്ട്. അത് ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു. പക്ഷേ ശ്രുതി ഇടഞ്ഞു. അത് ഇനിയും ഞാൻ മാറ്റി എടുത്ത് പറയുന്നില്ല. പറഞ്ഞു MJ സാറും മധുചേട്ടനും ഒക്കെ പറഞ്ഞു. പക്ഷെ മൊത്തത്തില് നല്ല വോയിസിന്റെ ടോണൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഹൈ പാടിയപ്പോഴത്തേക്ക് നല്ല സ്വീറ്റ് വോയിസ് ആയിട്ടും വരുന്നുണ്ടായിരുന്നു കേട്ടോ. മിടുക്കനാണ്. ഞാൻ അധികം ഒന്നും പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇന്ന് കുട്ടുമണിക്ക് മാർക്ക് 96.75 ഔട്ട് ഓഫ് 100. എന്തോ ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കണം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ബൈ. അപ്പൊ ചങ്സ് നമ്മുടെ ആവണി ചേച്ചിയാണ് വരാൻ പോണത്. ചങ്സ് ചോയ്സ് റൗണ്ട് ആണ്. നമുക്ക് വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം ആവണി ചേച്ചി ഓൺ സ്റ്റേജ്. ഹലോ. മധുക്കളെ കണ്ടപ്പോ എല്ലാരും മിസ് ചെയ്തു. അപ്പൊ ചിരിക്കുട്ടി, എന്തോ സാർ ചങ്സ് ചോയ്സ് അല്ലേ? നോക്കാം. ഓക്കെ. MJ സാർ എന്തുകൊണ്ട്? MJ സാറിന്റെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും മഴ റിലേറ്റഡ് സാറിന്റെ സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജയങ്കളി ഇത്തിരി പെശക്കാണ്, ചിലപ്പോ പണി കിട്ടും. പേടിച്ചോ? മൃഗസ്നേഹി. ഓ, പണി കിട്ടി.
അനു എന്താ ചെയ്യും? വിസ്താരയിൽ ഇപ്പൊ ഒരു ഫോട്ടോ വരും. ആ മൃഗത്തെ താലോലിക്കണം, കൊഞ്ചിപ്പിക്കണം. കൊഞ്ചിക്കണം. ആ ഓക്കെ. നല്ല നല്ല ടാസ്ക്. ഇതിൽ ഏതിനെ ഇഷ്ടം? ആദ്യം കങ്കാരു ചാടണ പോലെ ചാടണം. ചാടണം. ചാട്. പിന്നെ പൂച്ച. തുടക്കൂ. ചേട്ടാ ഓക്കെ റെഡി. ആ ചാടിക്കോ. അതാണ് ശബ്ദം. മതി മതി. കലകി. നല്ല ചാട്ടം. ഒരെണ്ണം കൂടെ ഇല്ലേ? അടുത്ത ഇനി പൂച്ചയുടെ ആക്ഷനും പൂച്ചയുടെ ശബ്ദം. പൂച്ചയുടെ മാനറിസംസ് ഒക്കെ. അതെ. ആദ്യം പൂച്ചക്കുഞ്ഞിന്റെ ശബ്ദം, ആ. പിന്നെ വലുതായ പൂച്ചയുടെ ശബ്ദം, പിന്നെ പൂച്ചയ്ക്ക് ദേഷ്യം വന്ന, പിന്നെ പൂച്ച കടിപിടി കൂടുമ്പോഴുള്ള ശബ്ദം. എല്ലാ Okay. ശബ്ദങ്ങളും വേണം. ഈ മൂന്നെണ്ണം മതി. ആദ്യം ചെറിയ പൂച്ചയാണ്. ആ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ മനസ്സിലായി. ഓക്കെ. ആ. ഇതെന്താ മിയക്കുട്ടി വിളിക്കണോ? നീയോ? അങ്ങനെയല്ലേ? അതാരാ നീയോ? അങ്ങനെയല്ലേ? വലിയത് ഇത് കുറച്ചും കൂടി ഗാംഭീര്യമുള്ള. ആ, ഇതിപ്പോ അല്ല വലുതാവുമ്പോ കുറച്ചും കൂടി ഗാംഭീര്യം വരും. ഇപ്പൊ കേട്ടതൊരു ടീനേജ് പൂച്ചയുടെ ശബ്ദമാണ് കേട്ടത്. അതെ. ആ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ട അതാണ് ചേച്ചിക്ക് ശരിക്കുള്ള പൂച്ചയുടെ ശബ്ദം. കുഞ്ഞു കുഞ്ഞു പൂച്ചയുടെ ശബ്ദം കേട്ടില്ലേ? ആ ഇനി കുറച്ചും കൂടി വലിയ പൂച്ച. ആ ഒച്ച കൂടി. ആ ഇനി കണ്ടം പൂച്ച. അയ്യോ സ്പീഡില് പാഞ്ഞു പോയത്. ആ പൂച്ച കടിപിടി കൂടുന്നത്. അയ്യോ അടിപൊളി. അയ്യോ അതെങ്ങനെയാ? അതെങ്ങനെയായിരിക്കും? ഒരു ഇത് പ്രത്യേക ശബ്ദം. അങ്ങനെയൊക്കെ തന്നെ. ആ ഇങ്ങനെയൊക്കെ തന്നെ. ആ ഒരു പൂച്ച ദേഷ്യത്തില് കേൾപ്പിക്കും. മറ്റേത് പറഞ്ഞ കാണിക്കും. അങ്ങനെ അങ്ങനെ പൂച്ചയിൽ നിന്ന് പാട്ടിലേക്ക് വരാം. ഇനി അടുത്ത ആരെ സെലക്ട് ചെയ്യും? മധു സാർ. മീ. എന്തുവാ? ഓക്കെ എന്തായാലും താങ്ക് യു എന്നെ സെലക്ട് ചെയ്തതില്. ബാക്കി എന്താ സംഭവിക്കണേ നോക്കാം. അടിപൊളി. അപ്പൊ ഏത് പാട്ടാ? കസവ് ഞൊറിയും. കസവ് ഞൊറിയും. അതെ ആ പാട്ടല്ലേ? ആ സർക്കസ് കൂടാരത്തില് ജോക്കർ മൂവി. എനിക്കിത് ചിത്ര ചേച്ചി പാടിയിരിക്കുന്നത് നല്ല രസമല്ലേ? മൈ ഗോഡ്. അതെ 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 അതെ. ഒരാൾക്കും പറ്റൂല ആ രീതിയിൽ പാടി വെച്ചിരിക്കുന്നത് ചേച്ചി. മോഹൻ ചേട്ടന്റെ മ്യൂസിക് ആണ്. അതെ അതെ അതെ. വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഫ്രം മോഹൻ സിത്താര. മോഹൻ ചേട്ടൻ എനിക്കും വളരെ ഇഷ്ടമാണ്. ഭയങ്കര ഫീലാണ് ഈ സിനിമയിൽ ഈ പാട്ട് വരുന്ന സ്ഥലം എന്ന് പറയുന്നത്. പണ്ട് സർക്കസിന്റെ കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ പാടിക്കോ. അപ്പൊ എല്ലാവരും ആവണി ചേച്ചിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മധുര മന്ദ
അവിടെ ചേച്ചി അപ്പൊ നല്ലായിരുന്നു പാട്ടൊക്കെ. ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടാ? ആ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടായോ? പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ ആവണി, പറയട്ടെ? ദ ഷോ മസ്റ്റ് ഗോ ഓൺ. എന്താ അർത്ഥം? അങ്ങനെ പോണം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഷോ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ജീവിതം പോലെയാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പാടി നന്നായി. താങ്ക് യു സർ. വളരെ നന്നായോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. പക്ഷെ നന്നായി. താങ്ക് യു. പലയിടങ്ങളും ഒന്നായി പാടാം എന്ന് പാടില്ലേ, ഒന്നായി ആടാം എന്ന് പറഞ്ഞില്ലേ, അവിടെ അങ്ങനെ ഫുൾ ബ്ലാസ്റ്റിൽ കറക്റ്റ് ആ തന്നെ ശ്രുതിയിൽ തന്നെ ചേർന്ന് അത് കറക്റ്റ് കിടിലമായിട്ട് പാടി. ആ, അത് സഭാഷായിരുന്നേ. പിന്നെ ഈ നമ്മുടെ ഗമകങ്ങളുണ്ടല്ലോ, ഗമകങ്ങൾ, ആ ഗമകങ്ങളെ അനാവശ്യമായിട്ട് കൂടുതൽ അശൈവ് കൊടുക്കുന്നതാണ്. കൂടുതൽ ഗമകം കൊടുക്കരുത്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഇത് അത്ര ക്ലാസിക്കൽ സോങ് അല്ലല്ലോ. ഇതില് കുറച്ചും കൂടെ ലാളിത്യം വേണം, ലളിതമായിട്ട് പാടുന്ന സംഗതി. ഇപ്പൊ ജീവരാഗ മധു ലഹരീത സ്നേഹ, അത് ഒന്ന് പാടൂ. ജീവരാഗ മധു ലഹരീതാ സ്നേഹമിന്ന പാടിയില്ലേ? ലഹരീതാ പിന്നെ ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ഒരു വലിയ ഒരാളുടെ ഒരു പേരിലാണ്. അദ്ദേഹത്തിന്റെ പേരാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹമാണ് ഈ കേരളത്തില് സർക്കസ് എന്ന് പറയുന്ന ഈ ഒരു വലിയ കലയുടെ പിതാവ് എന്ന് പറയുന്നത്. തലശ്ശേരിയിലായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ സർക്കസിന് വേണ്ടിയിട്ട് ഈ ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയില് ഒരു ബെസ്റ്റ് ഒരു സർക്കസ് കമ്പനിയായിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് ഇത് ഒരു ട്രിബ്യൂട്ടാണ്. ആരും ഇങ്ങനെ കാണാത്തതാണ്. അപ്പൊ അത് നമുക്ക് കാണാം, ടോപ്പ് സിംഗറിൽ കാണാം അല്ലേ? നമ്മുടെ ഒരു ലെഗസി, നമ്മുടെ ഇങ്ങനെ സർക്കസിൽ ഉള്ള വലിയ വലിയ കലാകാരന്മാര് അവരെത്ര അധികം എന്താ റിസ്ക് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ നാമധേയത്തിൽ നമുക്ക് ഇത് ട്രിബ്യൂട്ട് ആക്കാം. ആവണിക്കുട്ടി എന്താ സർ? നന്നായിരുന്നു, നന്നായിട്ട് പാടി. കുറച്ച് ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. നല്ല ടാലന്റഡ് ആണ്, നല്ല ഉഗ്രം വോയിസ് ആണ്, നല്ല ഒന്നാന്തരം വോയിസ് ആണ്, നല്ല ക്ലാരിറ്റി ഉള്ള വോയിസ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ശബ്ദത്തില് എന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് എടുത്ത് കാണിക്കും. പല്ലവി നന്നായിരുന്നു, നന്നായിട്ട് പാടി. പക്ഷെ വേണ്ടത് കുറച്ചും കൂടി ലൈറ്റ് ആക്കണം പാട്ട് മൊത്തത്തിൽ. പല്ലവി മുതൽ അതിന്റെ തുടക്കം, ഫസ്റ്റ് ലൈൻ മുതൽ അവസാനം വരെ ഈ ക്ലാസിക്കൽ ഹെവി ആയിട്ടുള്ളത് കൊടുക്കാതെ ലൈറ്റ് ആക്കണം. സംഗതികളും ഗമകങ്ങളും എല്ലാം. ഇതിന് എന്താണ് ചിത്ര ചേച്ചി പാടിയേക്കണത്, എങ്ങനെയാണ് അതിൽ വോയിസ് മോഡുലേറ്റ് ചെയ്തിരിക്കുന്നത്, മോഡുലേഷൻ എങ്ങനെ കൊടുത്തിരിക്കുന്നത്, അത് അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് പാടണം. സൂപ്പർ ആയിരുന്നു. ഈ ഡ്രസ് കലക്കിയിട്ടുണ്ട്. ആവണിക്കുട്ട എന്തോ മൊത്തം ഒരു തിളക്കം, ഭയങ്കര തിളക്കം അവിടുന്ന് കാണാൻ അടിക്കുമ്പോ മറ്റേ ഇങ്ങനെ മിന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ, നല്ല കോസ്റ്റ്യൂം. യെസ്, പിന്നെ ഡാൻസും സ്റ്റെപ്സും ഒക്കെ നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു, മിടുക്കായിട്ട് പാടി കേട്ടോ. പിന്നെ ഈ റാ അക്ഷരങ്ങൾ വരുമ്പം ഒരു ക്ലാരിറ്റി കുറവ് പോലെ ഫീൽ ചെയ്തു കേട്ടോ. എസ്പെഷ്യലി ഒരു നവലോകം വിരിയുന്നു എന്ന് പാടിയ ഭാഗത്ത് ചരണത്തില് രാ അല്ല, ഞാൻ വേറെ എന്തോ കേട്ടത്, റാ ആണോ ഴാ ആണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു എനിക്ക്. അപ്പൊ ആ അക്ഷരങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാല് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, മിടുക്കിയാണേ. ഓൾ ദി ബെസ്റ്റ്. So Avanikutti going to be awarded 95 on 100 today. Thank you sir. Okay. Good night. Good night. Bye bye. അതെ, തിരിച്ചിങ്ങാട് കയറിയ 95 എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു പന്തികേട് തോന്നിയില്ലേ? ചെറുതായിട്ട് തോന്നിയില്ലേ? അപ്പൊ എന്താ ചോദിക്കാഞ്ഞേ? അല്ല എന്നാലും 100 എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിക്കണ്ടേ, എന്താ എനിക്ക് 99 തന്നാല്? അല്ല അങ്ങനെയൊക്കെ മോശമല്ലേ ചോദിച്ചു. അങ്ങ് പോവേ. പക്ഷെ എന്നാലും കുറച്ചും കൂടെയാണ്, എന്നാലും ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന മോശം. യാതൊരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു, ചെറിയ ഇവിടെ നിന്ന് ചിരിച്ചിട്ട് പുറത്തു പോയിട്ട് ഒറ്റ കരച്ചില അല്ലേ? ഞാനൊരു സിനിമയില് KPSC അമ്മ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചിരിച്ചോണ്ട് വന്നിട്ട് വാതില് അടച്ചിട്ട്
എങ്ങനെയുണ്ട്? ഇല്ല ഇത് മതി. ഓക്കെ. അല്ല അത് ഇപ്പൊ എന്നെ തിരിച്ചു വിളിച്ചില്ലേ അപ്പൊ കറക്റ്റ്. അപ്പൊ മധു പറഞ്ഞു മധുവിന് ഒരു മാർക്ക് തരണം. ഞാനും പറഞ്ഞു എനിക്കൊരു മാർക്ക് കൂടെ കൊടുക്കണം. അപ്പൊ ഞാൻ ഓൾറെഡി മാർക്ക് തന്നു കഴിഞ്ഞു. അപ്പൊ എല്ലാം കൂടെ 97 out of 100 for Avani today. താങ്ക് യു സർ. All the best. താങ്ക് യു. ബൈ, ഗുഡ് നൈറ്റ്. മീകുട്ടാ, ആ. മീകുട്ടന്റെ യഥാർത്ഥ ഭാഷ കേൾക്കാൻ പറ്റില്ലല്ലോ. മീക്കുട്ടിക്ക് ഒരു കാര്യം ചെയ്യായിരുന്നു. എന്താണ്? കൊച്ചി ഭാഷയിൽ അങ്ങോട്ട് പറഞ്ഞാൽ നല്ലായിരിക്കും. അയ്യോ എനിക്ക് കൊച്ചു ഭാഷ എങ്ങനെ പറയട്ടെ ചുമ്മാ പറഞ്ഞാൽ മതി. കൊച്ചി ഭാഷയല്ല, വെറുതെ തന്നെ പറയണ. ഓക്കെ റെഡി. എന്നാ പിന്നെ നമുക്ക് വൈദ്യുതി കുട്ടീനെ വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ, അപ്പൊ ലെറ്റ്സ് വെൽക്കം വൈദ്യുതി കുട്ടി ഓൺ സ്റ്റേജ്. ഇതാ നമ്മുടെ വൈദ്യുതി കുട്ടി വന്നു. ഇതാണ് സ്ലോ മോഷൻ റീപ്ലേ എന്ന് പറയുന്നത്. അതെ, കാല് വെക്കുന്നുണ്ട്, പക്ഷെ അതേ സ്ഥലത്ത് തന്നെ വെക്കണേന്ന് തോന്നുന്നു. മതങ്ങൾ കണ്ടില്ലേ? എന്തോന്ന് ചോദിക്കാനില്ലേ? എവിടെയാ പോയേ? എവിടെയാ പോയേ? കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോയതാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോയിട്ട് വരുമ്പോ എന്നാ കൊണ്ടുവന്നേ? സ്നേഹം, അത് മാത്രം. മീകുട്ട ഇന്ന് ചങ്സ് ചോയ്സ് അല്ലേ? ആ yes. നമ്മുടെ ചോയ്സ് ആണ്. ആ നിങ്ങള് മാത്രം ചോദിച്ചാണ്. പാവല്ലേ, നമ്മള് പണിയൊന്നും കൊടുക്കൂല കേട്ടാ. കാണാം, പഠിക്കൊടുക്കോ പാട്ട് കൊടുക്കോ. ഞാൻ താരെ ചൂസ് ചെയ്യുന്നേ? MJ അങ്കിൾ. MJ അങ്കിൾ. അതെന്തുകൊണ്ടാ? MJ അങ്കിൾ എനിക്ക് ഹെലികോപ്റ്റർ എല്ലാം തന്നി. അത് ശരി. അപ്പൊ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കൊടുത്താലേ മതങ്ങളെ സ്നേഹം ആരും ഉണ്ടാവൂലേ? കേട്ടാ? അപ്പൊ ഞാൻ നോക്കട്ടെട്ടാ. പുറകോട്ട് പോവാതെ. അടിപൊളി hits. പണി തന്നില്ല. ഇതിൽ ആര്യയുടെ കണ്ണ് എനിക്ക് എടുത്ത് വെച്ചെന്ന് തോന്നുന്നു. ഇല്ല, എന്റെ കണ്ണ് ഞാൻ ആർക്കും തരില്ല. അടിപൊളി ഹിറ്റ്സ് ഇഷ്ടായ? ആ, ഏത് പാട്ടാ? തുമ്പി തുമ്പി തുള്ളാൻ വയോ. അതാണ് അടിപൊളി ഹിറ്റ്. തുമ്പി തുമ്പി തുള്ളാൻ വയോ. റെഡിയാണോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ദുതി കുട്ടിക്ക് വോട്ട് ചെയ്യണം. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുമ്പി തുമ്പി
കൊണ്ടുവന്നാൽ തുമ്പിക്ക് എന്ത് കിട്ടും? ഉണ്ണാൻ നേരം പാച്ചോറ് കിട്ടും, പൊന്നിൻ കിണ്ണത്തിൽ പായസം കിട്ടും. ഉണ്ണാൻ നേരം പാച്ചോറ് കിട്ടും, പൊന്നിൻ കിണ്ണത്തിൽ പായസം കിട്ടും. തുമ്പിക്ക് തുള്ളാൻ വെൺകളിത്തട്ട്, തുമ്പിക്ക് ചാർത്താൻ പൊന്മണി മുത്ത്. തുമ്പിക്ക് തുള്ളാൻ വെൺകളിത്തട്ട്, തുമ്പിക്ക് ചാർത്താൻ പൊന്മണി മുത്ത്. തുമ്പി തുമ്പി തുള്ളാൻ വായോ. സദ്യ ഉണ്ടിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യും? പുത്തൻ പള്ളിയിൽ ക്രിസ്തുമസാണേ, പത്തു വെളുപ്പിനു പാട്ടും കൂത്തും. പുത്തൻ പള്ളിയിൽ ക്രിസ്തുമസാണേ, പത്തു വെളുപ്പിനു പാട്ടും കൂത്തും. അമ്പലക്കാവിൽ വേലയുണ്ടല്ലോ, ആനയെ കാണാം അമ്പാരി കാണാം. അമ്പലക്കാവിൽ വേലയുണ്ടല്ലോ, ആനയെ കാണാം അമ്പാരി കാണാം. തുമ്പി തുമ്പി തുള്ളാൻ വായോ, ചെമ്പകപ്പൂക്കൾ നുള്ളാൻ വായോ. മുറ്റത്തെ മുല്ലൈ പൂഞ്ഞാലാടാൻ, തത്തമ്മ പെണ്ണും കൊഞ്ചൽ കേൾക്കാം. തുമ്പി തുമ്പി തുള്ളാൻ വായോ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടിപൊളി. ഹനുന നന്നായിട്ടുണ്ടായിരുന്നു അതെ. കേൾക്കാൻ വേണ്ടിട്ട്. കേൾക്കാൻ വേണ്ടിട്ട്. അതെ. ഇന്ന് ദിദിക്കുട്ടീന്റെ പാട്ട് കേൾക്കാൻ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആരൊക്കെയാ? ഇത് എന്റെ അച്ചാച്ചനും പിന്നെ അച്ചാച്ചന്റെ ഫ്രണ്ട്സും എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്റെ അമ്മേന്റെ കസിൻസും പിന്നെ ആ ചെറിയ വാവയും. ചെറിയ വാവയാണോ അത്? ചെറിയ വാവ. ഇവിടെ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ആണോ? ആണോ? ദ്യുതികുട്ടി സംസാരിച്ചൊക്കെ തുടങ്ങിയല്ലോ. ആ. പാടോ? അയ്യോ ആവേശം. ഏത് പാട്ടാ? മൈക്കൊന്നും പിടിക്കാൻ പാടില്ല. എന്നെ കണ്ടാൽ പേടിക്കും. ഒരു ദിവസം എന്നോട് ഞാനൊരു മഴ തുള്ളി തുള്ളി പാട്ടാ പാടിയെന്ന് പറഞ്ഞ നേരം അവൻ പറഞ്ഞ് അത് വളരെ വേദനയും വിഷമവുമുള്ള പാട്ടാണല്ലോ. പച്ച മലയാളത്തിൽ സംസാരിക്കുക അല്ലേ? കാർട്ടൂണിലാണ്. നന്നായിരുന്നു കേട്ടോ പാടിയത്. ഉഗ്രനായിരുന്നു. അമ്മയ്ക്ക് ചൂടാൻ പൂക്കൾ തായോ, അമ്മയ്ക്ക് ചുറ്റാൻ പൂമ്പെട്ട് തായോ, അതൊക്കെ സൂപ്പറായിരുന്നു. അതൊക്കെ നന്നായിരുന്നു. ആ ലൈനൊക്കെ അനുപല്ലവിയും ചരണമൊക്കെ വളരെ നന്നായിരുന്നു. എനിക്ക് പ്രശ്നം തോന്നിയത് തത്തമ്മ പെണ്ണിൻ കൊഞ്ചൽ കേൾക്കാം എന്ന് പറഞ്ഞില്ലേ, ആ 2 തവണത്തെ കൊഞ്ചലും ശ്രുതി ചേർന്നിട്ടില്ല. പിന്നീട് വന്ന കൊഞ്ചല് ശ്രുതി ചേർന്നു. പിന്നെ അമ്പലക്കാവിൽ വേലയുണ്ടല്ലോ, അങ്ങനെ പാടി. പുത്തൻ പള്ളിയിൽ ക്രിസ്തുമസാണേ, പത്തു വെളുപ്പിനു പാട്ടും കൂത്തും. പുത്തൻ പള്ളിയിൽ ക്രിസ്തുമസാണേ, പത്തു വെളുപ്പിനു പാട്ടും കൂത്തും. അമ്പലക്കാവിൽ വേലയുണ്ടല്ലോ, ആനയെ കാണാം അമ്പാരി കാണാം. അമ്പലക്കാവിൽ വേലയുണ്ടല്ലോ. യെസ്, നേരത്തെ മുതല് കുറച്ച് ബ്രത്ത് കൺട്രോൾ ഉള്ള കുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പാടുമ്പോൾ. ഇന്ന് അത് വീണ്ടും പ്രൂവ് ചെയ്തു. ഞാനും പ്രത്യേകം ഇവിടെ എഴുതി അതെ, അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും പാടിപ്പിച്ചത്. നമ്മൾ 3 പേരും ഒരുപോലെ എഴുതി വെച്ചിട്ടുണ്ട് കൺട്രോൾ. അപ്പൊ എന്തായാലും കലക്കി, വെരി നൈസ്. അവരുടെയൊക്കെ കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി, അത്രേ ഉള്ളൂ. എനിക്ക് ആ പൂക്കൾ എന്ന് പാടിയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ചൂടാൻ, അമ്മയ്ക്ക് ചൂടാൻ പൂക്കൾ തായെന്ന് പാടിയത്. അമ്മയ്ക്ക് ചൂടാൻ പൂക്കൾ തായോ, അമ്മയ്ക്ക് ചുറ്റാൻ പൂമ്പട്ടു തായോ. അമ്മയ്ക്ക് ചൂടാൻ പൂക്കൾ തായോ, അമ്മയ്ക്ക് ചുറ്റാൻ പൂമ്പട്ടു തായോ. പിന്നെ എനിക്ക് ഉണ്ണാൻ തുടങ്ങിയില്ലേ മക്കളെ, അത് അവിടെ ശ്രുതി ചേർന്നോ ഇല്ലയോ എന്നെനിക്ക് സംശയമുണ്ട്. ഒന്ന് കറക്റ്റായിട്ട് പാടി തരുമോ? ഉണ്ണാൻ നേരം പാച്ചോറ് കിട്ടും, പൊന്നിൻ കിണ്ണത്തിൽ പായസം കിട്ടും. ബെറ്റർ ആണ് ഇപ്പം.
ഉണ്ണാൻ അത് കറക്റ്റ് നോട്ട് കറക്റ്റ് ആ ശ്രുതിയിൽ കിട്ടണം കേട്ടോ. പിന്നെ ഈ പാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തുമ്പിക്കുട്ടി ഒരു കാറ്റിന്റെ അടുത്ത് ഇങ്ങനെ കളിയാടിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു കേട്ടോ. അപ്പൊ ഇത് തുമ്പിക്കുട്ടി തന്നെയാണോ ഇത്? ആയിരിക്കും. നേരത്തെ ഞാൻ കൊറേ തുമ്പിനെ കണ്ട്. എവിടെ വെച്ച്? അവിടെ ആണോ? പുറത്തുണ്ടായിരുന്നോ? ഓണമൊക്കെ അടുക്കാറായില്ലേ? ഓണത്തിന് നമുക്ക് തുമ്പി ഒക്കെ കാണാം. ഓണത്തുമ്പി അല്ലേ? കുറെ കാണാം. ഭയങ്കര രസമാണ് കേട്ടോ. പൂക്കളൊക്കെ നിറയുണ്ടാവും. ഈ പാട്ടെന്ന് പറയുന്നത് ഇതിന്റെ ഒരു വളരെ വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നു പറഞ്ഞാൽ, ചില പാട്ടുകൾ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യുന്നത്, ചില പാട്ടുകൾ വേർട്ടിക്കൽ ആയിട്ട് മൂവ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ വേർട്ടിക്കലാണ്, ഒരു ചെറിയ സ്ലോപ്പിൽ വേർട്ടിക്കൽ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ശരി, ആ വേർട്ടിക്കൽ ഫീൽ കിട്ടിയില്ലെങ്കിൽ ഈ പാട്ട് അവിടെ നിൽക്കൂല. പക്ഷെ നമ്മുടെ തുമ്പിക്കുട്ടി ഇന്ന് പാടിയപ്പോഴത്തേക്കും എനിക്ക് ആ ഫീൽ കിട്ടി. അതാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത്. ഹൗ ഷീ ഈസ് ഏബിൾ ടു കൺസീവ് ദിസ് സോ മാജിക്കലി, സോ ട്രെമൻഡസ്ലി ബ്യൂട്ടിഫുള്ളി. അത് കൊള്ളാം. ഇതൊക്കെ അങ്ങനെ മനസ്സിലാക്കി പാടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് കേട്ടോ. ആ ക്യാപ്റ്റൻ, ഇങ്ങനെ പാടിയ ഒരു ഇടി കൊടുക്കണ്ടേ? ഇടിക്കണ്ട, പാവല്ലേ. ഒരു ഉമ്മ കൊടുത്താൽ മതി. ഒരു ഫ്ലൈങ് കിസ് കൊടുക്കാം. സൂപ്പറായി പാടി കേട്ടോ. എഫേർട്ട്ലെസ് ആയിട്ട് പാടി. ഒന്ന് മെയിൻ ആയിട്ട് തോന്നിയത്. രണ്ട്, ഈസി ആയിട്ട് പാടി. അതായത് ഒരു സ്റ്റെപ്പ് ഒക്കെ ചെയ്തിട്ടേ നേരെ സ്റ്റെപ്പ് നല്ല രസം ഉണ്ടായിരുന്നു. പഠിപ്പിച്ചത് അമ്മ പഠിപ്പിച്ചാണോ? രസമായിരുന്നു അത്. യുതിക്കുട്ടിക്ക് പറ്റിയൊരു പാട്ട് കേട്ടോ. മിടുക്കിയായിട്ട് പാടി. നല്ല ബ്രെത്ത് കൺട്രോൾ ഉണ്ടായിരുന്നു ഇന്ന്. അതാണ് ഞാൻ ഇന്ന് അത്ഭുതപ്പെട്ട ഒരു കാര്യം. മിടുക്കിയാണേ. ഓക്കെ. പിന്നെ സലിതയുടെ പാട്ട് പാടുമ്പോഴത്തേക്കും വളരെ ഡെലിക്കേറ്റ് ആണല്ലോ. നമ്മൾ ഈ സർജറി ചെയ്യുന്ന പോലെ ഡോക്ടേഴ്സ് ഒക്കെ സർജറി ചെയ്യൂലേ, മൈക്രോ സർജറി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചല്ലേ ചെയ്യാം. അതുപോലെയാണ് ഇതിലെ നോട്ട്സ് ഓരോന്നും സലിത ക്രിയേറ്റ് ചെയ്ത്. അത് കുഞ്ഞുങ്ങൾക്ക് പാടാനായിട്ട് വളരെ ടഫാണ് ആക്ച്വലി. പക്ഷെ കുഞ്ഞുങ്ങൾ അതിനെപ്പറ്റി ഓർക്കാത്തോണ്ട് ബാക്കി അറിവുണ്ട് എന്ന് കാണുന്നവര് അത് അറിവ് അതിന്റെ ഉള്ളിലേക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവർക്കത് വഴുതി പോകുന്നു. അതിനെപ്പറ്റി ബോധമല്ല. അപ്പൊ ഇങ്ങനെ നമുക്കും അതുപോലെ ഈ കുഞ്ഞിനെ പോലെ നമുക്കും ആവാൻ പറ്റിയ കുറച്ചുകൂടെ നന്നായിട്ട് പാടാൻ പറ്റുമായിരിക്കും. അപ്പൊ എന്തായാലും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്നത്തെ മാർക്ക് ഞാൻ പറയാം. യുതിക്കുട്ട, it is 97.5 out of 100 for Yudikutti today. All the best. Bye. Tata Yudikutti. Good night. Good night. Good night. മധുങ്കളെ, ഓയ്, ഇനി നമുക്കൊരു ഡ്യൂറ്റ് പെർഫോമൻസ് ആയാലോ? ആവാം. അപ്പോ ലെറ്റ്സ് വെൽക്ം ജെനി ചേച്ചി ആൻഡ് മൈഥിലി ചേച്ചി. ഒരാളെ മനസ്സിലായി, ഒരാളെ മനസ്സിലായില്ലല്ലോ. മൈദു, ഏയ്, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് വയൽക്കാട്ടിൽ വന്നാണോ? പരിചയമില്ലാത്ത ആൾക്കാരെ എങ്ങനെ നമ്മൾ ഇതിലിങ്ങനെ കയറ്റും? കറക്റ്റ് ആണ്. അതോ എന്റെ അപ്പയെ കണ്ടോ? എന്റെ അപ്പയെ അറിയാന്നല്ലേ? അപ്പ അറിയാം, ഇപ്പൊ അറിയുന്നില്ല. ഞാൻ തന്നെയാ. നീ പറയേ. വഴക്കുണ്ടാക്കാൻ പറ്റൂലോ ഈ സ്റ്റേജിൽ. പാട്ട് പാടുമ്പോ മനസ്സിലാവും. അതിപ്പോ എത്രയോ അതൊക്കെ ഇപ്പൊ എത്രയോ കുട്ടികളുടെ ശബ്ദമൊക്കെ ഒരുപോലെ ഇരിക്കുന്നുണ്ട്. മധു, നമുക്ക് വേണമെങ്കിൽ പാട്ടൊന്ന് കേട്ട് നോക്കാം. പാട്ടൊന്ന് കേട്ട് നോക്കാം. അതെ അതെ, ചിലപ്പോ ശരിയാവായിരിക്കും. നോക്കാം, അങ്ങനെ കേട്ട് നോക്കാം. അത് ഞാൻ എഗ്രി ചെയ്യുന്നു എം ജെ സർ. ഒരു വൈൽഡ് കാർഡ് എൻട്രി ജനീലേക്ക് പകരം ഇപ്പൊ അനാമിക്കാന്ന് പേര് തരാം. പക്ഷേ വേറെ കാര്യമുണ്ട്, ജനീലിയേക്കാളും സുന്ദരിയാണ് കാണാൻ. അല്ലേ? നന്നായിട്ട് പാടുവോ? മൈദു പറഞ്ഞ അനുസരിച്ച് ആണോ? അനാമിക നന്നായിട്ട് പാടും. അപ്പൊ എന്നാ പഠിക്കോ. മൈത്രി, ഏത് പാട്ടാണ്? കടലാടും കാവടി കടകം. സ്റ്റേജിൽ ആദ്യമായിട്ട് പാടുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട കേട്ടോ. വേണ്ട, നമ്മളൊക്കെ ഫ്രണ്ട്സ് ആണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. കാണുന്നത്. അതെ, ഞാൻ ഭയങ്കര ഭാഗ്യവതിയായി ഈ ഒരു സ്റ്റേജിൽ വരാൻ. ഈ ലോകം മുഴുവൻ അറിയപ്പെടും ഒറ്റ പാട്ടോടുകൂടി. അപ്പൊ എല്ലാവരും മൈഥിലി ചേച്ചിക്കും അനാമിക ചേച്ചിക്കും വോട്ട് ചെയ്യണം. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അനാമിക.
കൊള്ളാം. നൈസ്, വെരി നൈസ്. ഇത് ഒരു സംശയമില്ല, നമ്മുടെ Chorus. ജെല്ലിക്കുട്ടിയുടെ. അതെ. സോറി കേട്ടോ. ആ ശബ്ദം കേട്ടപ്പോ പിന്നെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതിൽ മാപ്പാക്കണം. ശബ്ദം കേട്ടപ്പോ നമുക്ക് ക്ലിയർ ആയി ഇത് ജനീലെ കുട്ടി തന്നെ. നമ്മുടെ മക്കള് പാട്ടിൽ പറക്കുകയായിരുന്നു. പറന്നു പോവുകയാണ്. ഇത് കൊറിയോഗ്രാഫി ചെയ്താരാ? ആരമ്മ? മൈഥിലിയുടെ അമ്മ. മൈഥിലിയുടെ അമ്മ. അതൊരു കയ്യടി കൊടുക്കണം കേട്ടോ. ഡാൻസ് നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. അപ്പൊ അമ്മയുടെ ഡാൻസ് ഒന്ന് കാണണമല്ലോ. അല്ല ഞങ്ങളോട് പറഞ്ഞു പറയണ്ട പേര്, ഞങ്ങൾ പറഞ്ഞു. ഭരതനാട്യം ഒരു ദിവസം കാണണം അല്ലേ? കൊള്ളായിരുന്നു. വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ചില മൂമെന്റ്സ് ഉണ്ടായിരുന്നു. അത് കുഞ്ഞുങ്ങൾ അത് നന്നായിട്ട് ഒപ്പിയെടുത്ത് കൃത്യമായിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ടേ. പിന്നെ ഒരു സ്ഥലത്ത് മാത്രം എന്താന്ന് വെച്ചാ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും പതുക്കെ അവിടെ ടടാം ടും ടടാം ടും ടടാം ടും എന്നൊക്കെ താളം വരുന്നുണ്ട്. ആ സ്ഥലത്ത് ഇത് മാത്രമായി അവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ അത്രയും ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശ്വാസം കിട്ടില്ല. അതുകൊണ്ടായിരിക്കും അമ്മ വളരെ ബുദ്ധിപൂർവ്വം തീരുമാനിച്ചത്, സ്റ്റാച്ചു ആക്കിയത്. എന്തോ പറയണ്ട്. ആ ഭാഗത്ത് വേറൊരു സ്റ്റെപ്പ് ആയിരുന്നു ചെയ്തായിരുന്നു. പക്ഷെ ഇവർക്കത് പാടാന്ന് പറഞ്ഞു. പാടുമ്പോ ആ സ്റ്റെപ്പ് നമുക്കൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അവര് ചെയ്യും. ഇനി ശരിക്കും കളിച്ചോ, പാട്ട് പാടണ്ടല്ലോ, ശരിക്കും കളിച്ചോ. ഞങ്ങള് കളിച്ചപ്പോ ശരിയായില്ല. അമ്മ കളിക്കുന്ന ആ രസം. ഞങ്ങൾ നോക്കുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇപ്പൊ എനിക്കങ്ങനെ തോന്നി. എങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതൊരു ഡാ പാട്ടാണ്. കടലാടും കാവടി അല്ലെ? അപ്പൊ മൈദു പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ വടമലമുടി അങ്ങനെ പാടിയില്ലേ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ഒരു ഡാ പാട്ടായിട്ട് അത് പാടിക്കേ. കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി. അത് തന്നെ ഡാഠ എന്ന് പറഞ്ഞേ. കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി എന്നൊക്കെ പാടുമ്പോഴാണ് ഭയങ്കര രസമാകുന്നത് കേട്ടോ. അപ്പൊ അത് പ്രൊണൗൺസിയേഷൻ അങ്ങനെ തന്നെ വന്നാലാണ് കുറച്ചുകൂടെ റിതമിക്കും ആവുന്നത്. പിന്നെ ആദിത്യ തേരിറങ്ങിയ തിരുദേവരെ വരവേൽക്കാൻ അത് ജെനി പാടിയത് സൂപ്പർ ആയിരുന്നേ. പിന്നെ ആർപ്പോ വിളി രണ്ടുപേരും കൂടെ പാടിയത് അത് വളരെ രസമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത 2 സ്ഥലങ്ങളിലെ പറ്റി പറയാം. ഒന്ന്, ഒരാൾ പാടുകയാണ് നനനന. അതിന്റെ അർത്ഥം എന്താണ്? മറന്നു പോയപ്പോ നമുക്ക് ബ്ലാങ്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, ചുമ്മാ ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. അപ്പൊ ഇവിടെ സൂട്ടബിൾ വേർഡ് നനനന ആയിരുന്നല്ലേ. പിന്നെ ഒട്ടും മനസ്സിലാവാത്ത ഒരു സ്ഥലം ജിഗ് 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 ജിഗ്. അതെന്താ സംഭവിച്ചത്? അതങ്ങനെയാണ്. പക്ഷെ ഏതൊക്കെ നോട്ടാ പാടിയത്? ഓക്കെ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ ഫസ്റ്റ് നോട്ട് പാടിയ ഇത് തന്നെ 3 ശ്രുതിയില് സാരിക പദപഗരിരി പാടിക്കേ. അടുത്ത് ഒരു സരിക പാദപ്പകരിയേ ഉള്ളൂ ഇതിന്റെ ഫോർമുല അല്ലേ? അപ്പൊ ഇനിയിപ്പോ ജിഗ് ജിഗ് നമുക്ക് കിട്ടുമോ? ജിഗ് ജിഗ് ആയിട്ട് കിട്ടുമോ? നോട്ടെ. 1 2 3 4. രണ്ടുപേരുടെ വോയിസസ് നന്നായിരുന്നു അല്ലേ? അതെ, ഉഗ്രനായിരുന്നു. നല്ല പവർഫുൾ ആയിട്ട് രണ്ടുപേരും പാടി. നന്നായി, നല്ല രസമുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഈ കടുക് പൊട്ടിക്കണ പോലെ നേരത്തെ പറഞ്ഞില്ലേ താഴെ പാട്ടാന്ന്. അപ്പോൾ അത്
കുറച്ചും കൂടി എനിക്ക് എടുത്ത് പാടിയത് മൈഥിലി ആണെന്ന് എനിക്ക് തോന്നി. ജനീലിയ പാടിയപ്പോൾ കുറച്ചത് കടലാടും കാവടി കടകം എന്ന പാടി, അത് നേരത്തെ MJ ഞങ്ങൾ പാടിപ്പിച്ച പോലെ പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. ചടുലമായിട്ട് നല്ലൊരു എനർജി ഉണ്ടായിരുന്നു. സൂപ്പറായിട്ട് പാടി, വളരെ മനോഹരമായിട്ട് പാടി. നിങ്ങളുടെ ഡാൻസ് സ്റ്റെപ്സ്, അത് അമ്മയുടെ കൊറിയോഗ്രാഫി ആണെങ്കിലും അത് നിങ്ങൾ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മൈഥിലി കുട്ടി, ജനീലി കുട്ടി, എല്ലാം മനസ്സിലായില്ലേ ഇന്ന്? ഇനിയിപ്പൊ ഞാൻ എണ്ണി പറയണ്ടല്ലോ. പക്ഷെ എനിക്ക് ജനീലെ കുട്ടിക്ക് കുറച്ചും കൂടെ ഒരു ബ്രെത്തിന്റെ ഒരു ഇഷ്യൂ കൂടെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മലയാളം അത്ര പരിചയമില്ലല്ലോ അല്ലേ? എന്നിട്ട് ഇങ്ങനെ പാടുവാണെങ്കിൽ വലിയ സംഭവമാണ്. അതെ, അതാണ്. ഇപ്പൊ ബാക്കിയൊക്കെ സൂപ്പർ ആയിരുന്നു. മാർക്കണ്ടേ? മൈഥുന് ഇന്ന് 97.5. നമ്മുടെ ജനിക്ക് ഇന്ന് 97. എന്തായാലും ബൈ. അത് ഗുഡ് നൈറ്റ്. കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി